കെ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ബില്ല് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം പാലിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നത്? മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നു വരുന്ന സമരം, അതിനെ തുടർന്ന് വഖഫിന്റെ അധിനിവേശമുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ഭീതി, അതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ, അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവരുറ്റുനോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. മുനമ്പത്ത് മാത്രമല്ല, ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള, കുടിയിറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം. അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എംപിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ 18 UDF എംപിമാരും ഒരു LDF എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിന്റെ ഭീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ 19 എംപിമാരും വഖഫ് നിയമ പരിഷ്കാരത്തെ അനുകൂലമായി കൈ ഉയർത്തണമെന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ UDF LDF എംപിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എംപിമാരാണല്ലോ എന്നാണ്. ഷാഫി പറമ്പന്റെയൊക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും. ഈ വഖഫ് ബില്ലിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാരാഷ്ട്രയിലെ ഉജ്ജ്വലമായിട്ടുള്ള BJP വിജയത്തിന് ശേഷം, NDAയുടെ വിജയത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് മുന്നണി 40 സീറ്റിലേക്ക് ഒതുങ്ങി. 80% സീറ്റുകളും നരേന്ദ്രമോദിയുടെ മുന്നണി മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കി. കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നാണ് ഇവിടെ വാർത്തയാക്കപ്പെട്ടിരുന്നത്. 20% താഴെ പോയി. അവരാരും തന്നെ കേരളത്തിൽ, ഒരു മാധ്യമവും കേരളത്തിൽ മഹാരാഷ്ട്രയിലെ ഈ ദയനീയമായ പരാജയം ചർച്ചയ്ക്കെടുത്തില്ല. അവരെല്ലാം വിഷയങ്ങൾ തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. SDPIയും PFIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു. വിശുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും PFIക്കുമെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ചെറിയൊരു നിറം മാറ്റം, ഒരു അടവ് നയം CPM ഇപ്പോൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന. പക്ഷെ മുഖ്യമന്ത്രിക്കും LDFനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരായി സംസാരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയുമായി ചേർന്നാണ് കട്ടാങ്ങൽ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി LDF ഭരിക്കുന്നത് SDPIയുമായി ചേർന്നാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ LDFന് SDPIയുമായി ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന
അവിശ്വാസ പ്രമേയത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം SDPIയുടെ സഹായത്തോടു കൂടിയാണ്. കോൺഗ്രസും CPM-ഉം SDPIയും ചേർന്നാണ് അവിടെ അവർ ഭരണം പിടിച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമാവുന്നത് രണ്ട് മുന്നണികൾക്കും മതഭീകരവാദ സംഘടനകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും PFI പരസ്യമായി അവരുടെ ലഘുലേഖകളുമായി UDF-നോടൊപ്പം അണിനിരന്നു. കോൺഗ്രസ് നേതാക്കന്മാർ വെൽഫെയർ പാർട്ടി നേതാക്കളുമായും PFI നേതാക്കളുമായിട്ട് പരസ്യമായി ബാന്ധവം ചെയ്തു. SDPIയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമല്ല. K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ SDPIയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ SDPIക്കും PFIക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും PFIക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു. PFI നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു, ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇന്നേവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ, നിരോധിത ഭീകരവാദ സംഘടന ഒരു ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു, ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു. അത് കാണാൻ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളോ പോലും തയ്യാറാവുന്നില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ മാത്രമല്ല ഇത് കണ്ടത്. നാം പാലായിൽ അത് കണ്ടു, കൽപ്പറ്റയിൽ അത് കണ്ടു, കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു. മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് UDF-ന് മാത്രമല്ല LDF-നും കൈ കഴുകി കളയാൻ കഴിയില്ല. അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം, സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത്. അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില LDF-ഉം UDF-ഉം സ്വീകരിക്കുക. ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ 30% വോട്ടിന് വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത്, സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. BJPയെ സംബന്ധിച്ച്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നിലപാട്. അല്ല, ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു വർഷം മാത്രമാണ് കാണുന്നത്. ചേലക്കരയിൽ 10,000 വോട്ടിന്റെ വ്യത്യാസം, ഭൂരിപക്ഷം അധികം വോട്ട് BJPക്ക് ലഭിച്ചു. വയനാട്ടിലും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷത്തോടു കൂടി വിലയിരുത്തുന്നത്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്നും ഒരു വിലയിരുത്തലുമില്ല. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും ചേലക്കരയിൽ എന്തുകൊണ്ട് UDF ദയനീയമായി പരാജയപ്പെട്ടു? ഞങ്ങൾക്ക് 4000 വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടപ്പോൾ രമ്യ ഹരിദാസിന് എത്ര വോട്ട് ചേലക്കരയിൽ നഷ്ടപ്പെട്ടു എന്ന് ആരും തന്നെ ഇവിടെ ചർച്ചയാക്കുന്നില്ലല്ലോ. VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലേ? എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും, ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും.
എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത സമാഹരിക്കാൻ കഴിയാതെ പോയത്? ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി പരിശോധന നടത്തി എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തതുപോലെ 2021 ദയനീയമായ പരാജയം ഉണ്ടായപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 2021 2.5% വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായി. നേമത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി. പക്ഷെ ഞങ്ങൾ അവിടെ തളർന്നു പോയില്ല. അടിസ്ഥാന വോട്ട് നിലനിർത്തി. പക്ഷെ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ 2021 മെയ് മുതൽ 2024 മെയ് വരെയുള്ള കാലയങ്ങളിൽ, ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തെറ്റുകൾ കണ്ടുപിടിച്ചു. ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, മുന്നോട്ട് പോയി. കേരളത്തിൽ ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ശ്രീ ഒ രാജഗോപാൽ മത്സരിച്ച നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഇപ്പോൾ ചേലക്കരയിൽ ബാലകൃഷ്ണനും, ഇതിനു മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലും ഒഴിച്ചാൽ, നിങ്ങളെല്ലാം കണക്കുകൾ പരിശോധിക്കുന്നതല്ലേ, എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടിട്ടു. ആ 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ കേരളത്തിലെ ഒരു ബൈ ഇലക്ഷനിലും BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ടാണ് BJPക്ക് അന്ന് ലഭിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 10,000-ത്തോളം വോട്ടുകൾ മാത്രമാണ് ഞങ്ങൾ കിട്ടിയത്. അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് പഴയ 19,000 നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇതെല്ലാം വസ്തുതകളാണ്. പക്ഷെ അപ്പോഴും പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ എന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ഇന്നിവിടെ എല്ലാം നിങ്ങൾക്ക് 3 ദിവസമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിത് കേൾക്കാനായിട്ട് തന്നെ വന്നിരിക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും, പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റിനുമാണ്. സ്വാഭാവികമാണല്ലോ. അത് ഞാനത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. പാലക്കാട് മാത്രമല്ല, ഞങ്ങൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഓരോന്നോരോന്ന് പറയാം. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി. ഇതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. ഇതല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ പറയട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ് സർ. ഇല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. പറഞ്ഞു, ആര് പറഞ്ഞു എന്നല്ല. അല്ലല്ല, നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരനെ. അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളെയും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും, പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ഓരോരുത്തരായിട്ട് കണ്ട്, ഇൻഡിവിജ്വലി കണ്ട് അഭിപ്രായ സമാഹരണം നടത്തി 3 പേരുകൾ അവിടെ വന്നു. ഈ 3 പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് 4 മണിക്കൂർ നീണ്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച് ചർച്ച നടത്തി. നിർഭാഗ്യവശാൽ വന്ന പേരുകൾ 2 പേർ മത്സരിക്കാനില്ല, സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ആ നോട്ടോട് കൂടിയാണ് ഞാൻ, അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗിജി, അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടു കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി, അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. പറയട്ടെ. അങ്ങനെ 3 പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത്. പക്ഷെ ഒരു നോട്ട് അതിന്റെ കൂടെ വെച്ചു. ഇതാണ് മറ്റ് 2 പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ. അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത്. ഇത് തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ
ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലും മത്സരിച്ചിട്ടുണ്ട്, മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ അദ്ദേഹം 3000 വോട്ടിൽ നിന്നാണ് 50,000 വോട്ടിലേക്ക്. നിങ്ങൾക്ക് കണക്കുകൾ കയ്യിലുണ്ട്. 3000 വോട്ടിൽ നിന്ന് 50,000 വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെന്നിക്കൊടി പാലിച്ചിട്ടുള്ള ആള് തന്നെയാണ്. ഇപ്പോൾ പരാജയപ്പെടുമ്പോ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞു. മുന്നോട്ട് വെച്ചിട്ടുള്ള 3 പേരുടെ ലിസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതാണ് അറിയിക്കട്ടെ. ഈ കാര്യത്തിൽ ഒരു സംശയത്തിനും നിങ്ങൾക്ക് ഞാൻ മറയില്ലാതെ മറുപടി പറയും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യവും. ഇനി രണ്ടാമത്തെ കാര്യം, അമിതമായ വിജയ പ്രതീക്ഷ നിങ്ങൾ പുലർത്തി എന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത്. കോൺഗ്രസുകാരായിട്ടുള്ള ചില ആളുകൾ വിമർശിക്കുന്നത്. സർ, തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്താതെ ആരെങ്കിലും മത്സരിക്കുമോ? ഗോവിന്ദൻ എന്താ പറഞ്ഞത്? സരീൻ അവിടെ ഉജ്ജ്വലമായിട്ടും 1ാം സ്ഥാനത്ത് വരുന്നില്ലേ? മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെ പറയുന്നത്. രമ്യ ഹരിദാസ് ചേലക്കരയിൽ എന്താണ്? ഞങ്ങളുടെ നവ്യ ഹരിദാസ് വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞു. ജയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേലയാണ്. ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്? നിങ്ങൾ 2021 ഇത് തന്നെയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നിങ്ങൾ പരിശോധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ 10 ദിവസം മാധ്യമങ്ങൾ വാർത്തയായി. ആദ്യ 10 ദിവസവും മാധ്യമങ്ങളിലെല്ലാം ഇതായിരുന്നു പ്രശ്നം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു. ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും. പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു നിൽക്കും. അതായിരുന്നു അടുത്ത പ്രചാരണം. അത് ഏഷ്യാതെ പോയപ്പോഴാണ് കൊടകര 2021 ശർമിള ചർമ്മണം പോലെ നിങ്ങളെല്ലാം വാർത്തയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റീപ്രൊഡ്യൂസ് ഛർദ്ദിച്ചു വീണ്ടും. അതായത് 2021 വന്ന മൊഴികളാണ് ഇതെല്ലാം. പോലീസ് എഴുതി ഉണ്ടാക്കിയ മൊഴി. അത്ര കോടി കടത്തി, ഇത്ര കോടി കടത്തി, ആന കടത്തി, ചേപ്പ് കടത്തി, ഇതെല്ലാം നിങ്ങൾ 10 ദിവസം നിങ്ങൾ സുരേന്ദ്രൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ നഗരസഭ ചെയർപേഴ്സൺ മറുപടിയാണെന്ന് പറഞ്ഞതാണത്. ഞങ്ങളെ പറഞ്ഞു പറയില്ല. നിങ്ങൾ പറഞ്ഞില്ല. അല്ല, ഇപ്പൊ പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് പാലിച്ച പറ്റിയത് ഇപ്പൊ 10 മിനിറ്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതിനെ കുറിച്ചാണ് ദിവസമായി നടക്കുന്ന പ്രചാരവേലയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരിയാണ് പറഞ്ഞിട്ടുണ്ട്. അതും പരിശോധിക്കും. പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കും. ഒരു സംശയം പറയട്ടെ. അവിടുത്തെ പരാജയത്തിന് ആളില്ലാണെന്ന് അവർ പറയുന്നത്. ഞാനിവിടെ ഇരുന്ന് ഇപ്പൊ എന്ത് ചെയ്യും? പരസ്യ പ്രസ്താവനകൾ ആര് നടത്തിയിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കും. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൊടകര കൊണ്ടു. കൊടകരയിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ എന്താ കൊടകരയിൽ ഉണ്ടായിരുന്നു? ഒരാളെ കൊണ്ട് കോൺഗ്രസുകാര് കൊടകരയിൽ ഇന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയിപ്പിച്ചു. അത് 10 ദിവസം ചർച്ചയായി. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു. വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജം ചെലവഴിക്കേണ്ടി വന്നു. അതൊക്കെ ശരിയാണ്. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാനില്ലെന്ന് പറയുന്നില്ല. നിഷ്പക്ഷമതികൾ എന്ന് പറയുന്നവര്, കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നു. 2 അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട്. ഒന്ന്, ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ BJP കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം. ചില ആളുകൾക്ക് വാശിയാണ്. ചില നിരീക്ഷകന്മാർക്ക്, ചില ഓൺലൈൻ ചാനലുകൾ അവർ കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ട് ഇറങ്ങില്ല. എന്റെ പ്രിയ അനിയൻ വിജയിച്ചു, പക്ഷെ സഹോദരി വിജയിച്ചു. അയാൾ ആരുടെ കുട്ടി? ഒരു BJP പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? അയാൾ ആരുടെ കൂടെയാണ്? ഇപ്പൊ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് BJP പോകണം, അതാണ് നിലപാട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി എടുത്ത ഒരു നിലപാട്, ഞാൻ മാത്രമല്ല, 6% വോട്ടിൽ നിന്ന് BJP 20%ത്തിലേക്ക് വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കേരളത്തിലെ സംഘ BJP പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി
ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് LDF നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത്. LDF നമ്മൾ സ്വന്തം സമാജശക്തി ആർജിച്ച് നേരിടണം. അതാണ് ഞങ്ങൾ എടുത്ത നിലപാട്. ഞാൻ എടുത്ത നിലപാടല്ല. 15 വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമില്ല. LDF ഒരു ഭീഷണിയാണ് കേരളത്തിൽ. പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തല്ലിപ്പൊളികളായിട്ടുള്ള UDF-മായി സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ എടുത്തു. ആ നിലപാട് ദഹിക്കാത്ത അപൂർവം ചില ആൾക്കാരുണ്ട്. അവരാണ് ഈ ബഹളങ്ങളെല്ലാം വയ്ക്കുന്നത്. ഞങ്ങളെ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും UDF-മായി ചേർന്ന് പോകണം. അതാണ് ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചുരുക്കാണ് പലർക്കും ഉള്ളത്. അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല. BJP കേരളത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ LDF-നെയും UDF-നെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു, തെളിഞ്ഞ നിലപാട് സ്വീകരിച്ചു. നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഞാൻ പറഞ്ഞതിൽ കള്ളമുണ്ടാവും. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ UDF-നെ പിന്തുണച്ചിട്ടില്ല. ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തു. എന്താ അത് എടുക്കാതെ കാരണം? UDF എന്ന് പറയുന്നത് എപ്പോഴും CPM-ന്റെ അക്രമവും മറ്റും കാരണം അവര് ഞങ്ങളെ പിന്തുണയോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം, ഇതായിരുന്നു നിലപാട്. ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലപാട് സ്വീകരിച്ചു. അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. അത് ഇവിടെ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അതുകൊണ്ട് പാലക്കാട് 4000 വോട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് മാറ്റുന്നത് നിലപാട് തെളിഞ്ഞു തന്നെ പോകും. പാലക്കാട് ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘ സ്വയംസേവകന്മാരും BJP പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ. ഇപ്പോഴത്തെ മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥികളില്ലാന്നുള്ള നിങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏത് നിങ്ങളുടെ പാർട്ടിന്റെ അല്ല, പാലക്കാടാണ് ചോദിക്കുന്നത്. നിങ്ങളെ പറഞ്ഞ് മത്സരിക്കാൻ ആളില്ല. കഥ പറയണ്ട. മൂന്ന് പേരാണ് മത്സരിക്കാൻ തയ്യാറല്ല നിങ്ങളല്ലേ പറഞ്ഞപ്പോ? അല്ലല്ല സുരേന്ദ്രൻ, നിങ്ങളല്ലേ പറഞ്ഞു 3 പേര് 3 ആളെ പട്ടിക. എന്താണെന്നറിയോ കാരണം? അല്ലല്ല, അങ്ങനെയല്ല. അദ്ദേഹം മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. പക്ഷേ ഞങ്ങളെ പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിൽ അദ്ദേഹം അനുസരിച്ചു. അതിന് നിങ്ങൾ വലിയ വിഷയമാക്കണ്ട. എന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളെ പാർട്ടിയിൽ ഒരാളുണ്ടായോ? എന്താ അയാളെ സ്ഥിതി? അല്ല, ഇവിടെ ഒരു ചോദ്യമുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെ അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളെ പാർട്ടിയില് ആര് സ്ഥാനാർത്ഥി മോഹികളില്ല. അല്ല, ഞങ്ങളെ പാർട്ടിയില് സ്ഥാനാർത്ഥി മോഹികളില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ മുതിർന്ന നേതാക്കളെ എല്ലാം സ്ഥാനാർത്ഥി മോഹികളായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് വേറെ പ്രശ്നമുണ്ടാകും. അങ്ങനെയല്ല. അത് ഈ ശ്രീധരൻ സാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാലോ, ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് അംഗീകരിക്കുന്നില്ല. അതിലെന്താ കുഴപ്പം? സത്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്തം. ശ്രീ V. മുരളീധരൻജിക്ക് മഹാരാഷ്ട്രയിലായിരുന്ന ചുമതല. 2 ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു റീജിയന്റെ ചുമതലയായിരുന്നു. ചെന്നിത്തലയെ പോലെയല്ല. അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ്. കാരണം അദ്ദേഹത്തിനെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മഹാരാഷ്ട്രയിലാണ്. നോക്കൂ, V. മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളെ നേതാവിനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളെ പുതിയ ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷെ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചതാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ V. മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഓരോ ഏതാത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം
കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ, ഇനി വ്യക്തതക്കുറവ് വേണ്ട, ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എല്ലാം പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ വരിക നിങ്ങൾക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? വെരി ക്ലിയർ. ഞാൻ പറയട്ടെ. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ്. ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എല്ലാം പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ വരിക നിങ്ങൾക്ക് എങ്ങനെയാണ് വായിക്കുന്നത്? വെരി ക്ലിയർ. ഞാൻ പറയട്ടെ. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി. തുല്യ നിന്ദ സ്തുതിർ മൗനി എന്ന് കേട്ടില്ലേ? കുറെ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും 3 മണ്ഡലത്തിലെയും, അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തില്ല. ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം 3 പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 4000 വോട്ട് കുറഞ്ഞത്, 2000 വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ്, 2000 വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി, വിശകലനം നടത്തി, നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും, ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല, ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുന്നോട്ട് വരും. ഇല്ല, അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ്. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല. ഒരു നഗരസഭാ കൗൺസിലറും ആരെയും അട്ടിമറിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല ഇത്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഉദ്ദേശം പറയും. ഇല്ല, ഞാൻ അത് പറയില്ല. പേരുകൾ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച്, പാവം, അവരെ ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ. ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. എന്ത് പറയുമ്പോഴും നിങ്ങൾ നോക്കൂ, അതെന്നെ ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം?
കൃഷ്ണകുമാർ നല്ല സ്ഥാനാർത്ഥിയല്ല നഗരസഭാ അധ്യക്ഷ. ശരി, അതും പരിശോധിക്കും. അവർക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ടോ, അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പരിശോധിക്കും. ഞങ്ങൾ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. നേരത്തെ പറഞ്ഞിരുന്നു. ശരി, എല്ലാം ഞാൻ ഇനി എന്താ ചെയ്യാൻ പറ്റുക? എല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ? പറയട്ടെ പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും. പാർട്ടിക്കകത്ത് ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കും. അയ്യോ, പാർട്ടിക്കുള്ളിലല്ല, ഇനി അത് നിങ്ങൾ വാർത്തയാക്കണ്ട. അത് നിങ്ങൾ കണ്ടില്ലേ? കോൺഗ്രസ് അനുകൂലികളല്ലേ, ഷാജൻക്കറിയാം. അവനല്ലേ ഇപ്പൊ ഞങ്ങളെ പാർട്ടിയിൽ എന്റെ രാജ്യം ആവശ്യപ്പെടുന്നത്, അവനല്ലേ എന്റെ രാജ്യം ആവശ്യപ്പെടുന്നത്. അല്ല അതല്ല ഇപ്പൊ രാജ്യം ആവശ്യപ്പെടുന്ന അവരെ 3 പേരാണ് രാജ്യം ആവശ്യപ്പെട്ടത്. പാർട്ടിയിലാരില്ല, ഒരാളുമില്ല. പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല. അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവുന്നവരെ കുറിച്ച് നിങ്ങൾ ഒരാളും ആക്രമിക്കില്ല. ഏതാക്രമിക്കും? എന്നെ ആരാക്രമിക്കും? ഒരു രംഗത്തും വരില്ല. എനിക്കെതിരെ അല്ലെന്ന് വെറുതെ നിങ്ങൾ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പരിശോധിക്കുന്നുണ്ട്. വീണ്ടും ഓരോന്ന് ചോദിക്കാം. ശരി, ഈ വിഷയത്തിൽ ഇനി എന്താ ചോദിക്കാനുണ്ട്? നിങ്ങൾ എന്താണ് ഈ അതെ കിട്ടിയില്ലെന്ന് സതീശൻ പറഞ്ഞില്ലല്ലോ. കിട്ടിയെന്ന് തന്നെയല്ലേ പറഞ്ഞത്. കിട്ടിയെന്ന് മാത്രമാണോ? ആഹ്ലാദപ്പെടാൻ ആരാ നടത്തിയത്? ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം അല്പസമയം മുൻപ് ഈ ജാവേദ്കറിന്റെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, പാർട്ടി രാജി ആവശ്യപ്പെടുകയുമില്ല, LDF UDF അഭ്യൂഹം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം അത്തരത്തിലൊരു ട്വീറ്റ് നടത്താനുള്ള കാരണം എന്താണ്? താങ്കൾ വ്യക്തിപരമായിട്ടല്ല ഇതിൽ കാണുന്നത് എന്ന് പറയുമ്പോഴും താങ്കൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഞാൻ അതിനെന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ പാർട്ടി എന്താണ് പറയുന്നത് നോക്കാന്ന്. നിങ്ങൾ എന്തിനാണ്? ഞാൻ അതിനെ പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കർജി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിപ്പോഴല്ലേ? അതിന് നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കർജി നിങ്ങൾക്ക് എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യം അദ്ദേഹം ഇത് പറഞ്ഞല്ലോ, ഇദ്ദേഹം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ആണല്ലോ. ഇല്ല എവിടെയാണ് നിങ്ങൾ പറയുന്നത് 2004-ലെ? ഒന്നാമത് നിങ്ങൾക്ക് ഒരു വസ്തുത അറിയില്ല. 2004-ൽ ശ്രീധരൻപിള്ള സാർ രാജിവെച്ചിട്ടില്ല. ഇല്ല വെറുതെ എന്തിനാണ് പറയുന്നത്? അല്ലല്ല, ഞാനിപ്പോ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കൊടുത്ത അതിനുള്ള മറുപടി ഞാൻ പച്ച മലയാളം മനസ്സിലാവുന്ന എല്ലാവരോടും പറഞ്ഞു. ഇനി വീണ്ടും ചോദിക്കുന്നു. ശരി, ഇനി സമയമുണ്ടല്ലോ. കെ സുരേന്ദ്രനാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നതിനൊപ്പം തന്നെ വിമർശകർക്കുള്ള മറുപടി കൂടി കെ സുരേന്ദ്രന്റെ വാക്കുകളിലുണ്ട്. കാരണം മുമ്പ് വി മുരളീധരൻ അധ്യക്ഷനായിരുന്ന സമയത്തും ഉപതെരഞ്ഞെടുപ്പുകളിൽ തോൽവിയുണ്ടായല്ലോ എന്ന മറു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇന്നലെ വി മുരളീധരൻ തോൽവിക്ക് തനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിനുള്ള മറുപടി കൂടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്തായാലും ഇത് സംബന്ധിച്ച സുരേന്ദ്രൻ്റെ ഇന്നത്തെ നീക്കങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സുരേന്ദ്രൻ രാജ്യസന്നദ്ധയെ അറിയിച്ചു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ നീക്കം.